ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണ ആരോപണത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം. ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പി സഫ്വാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സഫ്വാൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? അനീഷ, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ നാളെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാർച്ച്, ഒരു പ്രതിഷേധം, ഇതിന്റെ തുടക്കം എന്നോണം ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഈ കുംഭകോണ ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വലിയ ആരോപണങ്ങളാണ് ഈ മാർച്ചിൽ ഉയർന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ വീരപ്പനേക്കാൾ വലിയ കള്ളനാണെന്നടക്കമുള്ള ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. നേരത്തെ സൂചിപ്പിച്ച പോലെ നാളെ സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ തുടക്കം എന്നോണമാണ് ഇപ്പോൾ സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. നിയമ നടപടി ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഈ തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ പോലെ ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം പുറത്തുവിട്ട ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതിഷേധം ഏറ്റെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ട് ഈ വലിയ 500 കോടി രൂപ വരെ മൂല്യമുള്ള ഇടപാടാണ് നടത്തിയത്. ഈ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം അടക്കം നേടിയെടുത്തതിനടക്കമുള്ള ആരോപണമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. ബിജെപി സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. അനിഷ.